ജമ്മു കാശ്മീരിൽ അജ്ഞാത രോഗം കാരണം മരിച്ചവരുടെ എണ്ണം 17ആയി. 15-കാരിയായ യസ്മിനാണ് ഏറ്റവും ഒടുവിൽ മരിച്ചത്. രൗജാരി ജില്ലയിലെ ബദൽ ഗ്രാമത്തിലാണ് അജ്ഞാത രോഗം പടരുന്നത്. 45 ദിവസത്തിനിടെയാണ് ഇത്രയും മരണം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ദുരൂഹ മരണത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ആഭ്യന്തര മന്ത്രാലയം രൂപീകരിച്ച വിദഗ്ധ സംഘം ഞായറാഴ്ച ജമ്മു കാശ്മീരിൽ എത്തുകയും ചെയ്തു. അസുഖത്തെ തുടർന്ന് ഉദ്യോഗസ്ഥർ സ്ഥിതിഗതികൾ വിലയിരുത്തുന്നുണ്ടെന്നും സമ്പൂർണ്ണ ജാഗ്രതയിലാണെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. ഇതിനിടെ അന്വേഷണം ഊർജിതമാക്കാൻ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. മരണകാരണം സംബന്ധിച്ച് വ്യക്തത വരാത്തതിന് സർക്കാർ പ്രത്യേക സംഘത്തെ നിയോഗിക്കുകയും ചെയ്തു. മരണങ്ങളുടെ വിശദീകരിക്കാനാകാത്ത സ്വഭാവം ആശങ്കാജനകമാണ്. രോഗകാരണം കണ്ടെത്തുന്നതിനും ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും സർക്കാർ പൂർണ്ണമായും പ്രതിജ്ഞാബദ്ധമാണ്. പ്രശ്നം പരിഹരിക്കാൻ എല്ലാ വകുപ്പുകളും സഹകരിച്ച് പ്രവർത്തിക്കേണ്ടത് ആവശ്യമാണെന്നും ഒമർ അബ്ദുള്ള കൂട്ടിച്ചേർത്തു. അതേസമയം അജ്ഞാത രോഗം കാരണം ആളുകൾ മരിക്കുന്നതും രോഗബാധിതരാവുന്നതും ജനങ്ങളിൽ പരിഭ്രാന്തി സൃഷ്ടിച്ചതായി ANI റിപ്പോർട്ട് ചെയ്തു. രോഗകാരണം വ്യക്തമല്ലെന്നും ഇതുവരെ രോഗബാധിതരായി ഒരു ഗ്രാമത്തിലെ 3 വീടുകളിലെ ആളുകളുണ്ടെന്നും റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു. പരസ്പര ബന്ധമുള്ള 3 കുടുംബങ്ങളാണ് ഇവരെന്നും രോഗത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ അപര്യാപ്തമാണെന്നും റിപ്പോർട്ടിൽ സൂചിപ്പിച്ചു കഴിഞ്ഞു. 2024 ഡിസംബർ 7-നാണ് അജ്ഞാത രോഗം ബാധിച്ചുള്ള ആദ്യ മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നത്. പനി, അമിതമായ വിയർക്കൽ, ഛർദി, നിർജ്ജലീകരണം, ബോധക്ഷയം തുടങ്ങിയവയാണ് മരിച്ചവരിൽ കണ്ട പ്രധാന ലക്ഷണങ്ങൾ. പൂനെയിലെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ചെന്നൈയിലെ എപ്പിഡോമോളജി സെന്ററിലും സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചിരുന്നു. ഇവയിലൊന്നും മരണകാരണം ഇതുവരെയും കണ്ടെത്താനായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത.